അങ്ങനെ മാസങ്ങളോളം കാത്തിരുന്ന പ്രവാസികൾക്ക് ആശ്വാസമായി UAE വിമാനവിലക്ക് നീക്കുമ്പോൾ പ്രവാസികളിൽ ആശങ്കയും ഉയരുകയാണ്. കടുത്ത നിബന്ധനകൾക്ക് പിന്നാലെ വിമാന കമ്പനികളുടെ തീവെട്ടിക്കൊള്ളയും പ്രവാസികളെ വലയ്ക്കുന്നു. ഇനിയും കാത്തിരിക്കാനാകില്ല എന്നതിനാലാണ് എന്തും സഹിച്ച് പ്രവാസികൾ യാത്രയ്ക്കൊരുങ്ങുന്നത്. എന്നിരുന്നാൽ തന്നെയും സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് ശനിയാഴ്ച മുതൽ വിമാന സർവീസ് ആരംഭിച്ചെങ്കിലും സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് നിലവിലെ വിമാന നിരക്ക് എന്നത്. അബുദാബിയിലേക്ക് കൊച്ചിയിൽ നിന്ന് വരുന്നതിന് വിമാന നിരക്ക് ഇത്തിഹാദ് എയർവേസ് വിമാനത്തിൽ ഈ മാസം 11 മുതൽ 30 വരെ 67,518 രൂപ മുതൽ 1,41,128 രൂപ വരെയാണ്. വൺ വേ ടിക്കറ്റ് നിരക്കാണിത്. സെപ്റ്റംബർ 12 മുതലാണ് നിരക്ക് കുറയുന്നത്. സെപ്റ്റംബർ 12, 13, 17 തീയതികളിൽ 29,441 രൂപയായി നിരക്ക് താഴുമെന്നും പ്രതീക്ഷിക്കുന്നു. സെപ്റ്റംബർ 15-ന് 18,373 രൂപയ്ക്ക് ടിക്കറ്റ് ഉണ്ട്. ഇത്തിഹാദ് വിമാനങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിക്ക് 10-ന് ചൊവ്വാഴ്ച 79,197 രൂപയ്ക്കും 13-ന് 80,373 രൂപയ്ക്കും ടിക്കറ്റ് ഉണ്ട്. 20, 22, 29 തീയതികളിൽ 83,523 രൂപയും 24-നും 82,347 രൂപയുമാണ് നിരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സെപ്റ്റംബർ 5-ന് 22,287 രൂപയായി ടിക്കറ്റ് നിരക്ക് താഴുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് അബുദാബിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഈ 15, 23, 26 തീയതികളിൽ വൺ വേ ടിക്കറ്റ് നിരക്ക് 59,065 രൂപയും 18-ന് 48,040 രൂപയും 20-ന് 43,840 രൂപയുമാണ് സൈറ്റിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് അബുദാബിക്ക് 45,820 രൂപയാണ് നിരക്ക്. 17 മുതൽ 42,145 23 മുതൽ 38,995 രൂപയായും ടിക്കറ്റ് ചാർജ് കുറയും. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിക്കുള്ള നിരക്ക് ഏകദേശം ഇതേ നിലവാരത്തിൽ തന്നെയാണുള്ളത്. സെപ്റ്റംബറിൽ കണ്ണൂർ അബുദാബി ടിക്കറ്റ് നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ 18,696 രൂപയായി കുറയും. ദുബായ്, ഷാർജ ഉൾപ്പെടെ എമിറേറ്റുകളിലേക്കും കേരളത്തിലെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള നിരക്ക് കൂടുതലാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇക്കോണമി നിരക്ക് ഏത് നിമിഷവും വർദ്ധിക്കുന്ന സ്ഥിതിയാണ്. വിമാനത്തിലെ സീറ്റും ഭക്ഷണവും തിരഞ്ഞെടുക്കുമ്പോൾ ഈ നിരക്ക് വീണ്ടും വർദ്ധിക്കും. യാത്രികർ ട്രാവൽ ഏജൻസി വഴിയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ സർവീസ് ചാർജ് കൂടി അധികം നൽകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.